ജോഗ്രഫി അറ്റ്മോസ്ഫിയർ എന്നുള്ള യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. Atmosphere structure. Atmosphere is divided into different layers: troposphere, stratosphere, mesosphere, thermosphere and exosphere. So ഓരോ ലെയേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെയർ ഇസ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ. കാരണം എല്ലാ വിധത്തിലുള്ള ലൈഫും ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിന് മേലോട്ട് 13 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റീജിയനാണ് എല്ലാ ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല എല്ലാ ടൈപ്സ് ഓഫ് വെതർ ഫിനോമിനൻസ്, ഇപ്പം ക്ലൗഡ് ഫോർമേഷൻ ആയിക്കോട്ടെ, റെയിൻഫോൾ ആയിക്കോട്ടെ, സ്റ്റോംസ്, ഇതെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ആൻഡ് ഈ ട്രോപ്പോസ്ഫിയറിന് മേലെ കൂടെ ആയിരിക്കും ആര് പോകുന്നുണ്ടാവുക, എയ്റോപ്ലെയിൻസ് ഒക്കെ പോകുന്നുണ്ടാവുക, റൈറ്റ്. അപ്പോൾ ഇനി തിക്നെസ് ഓഫ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് യൂണിഫോം ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് യൂണിഫോം. കാരണമുണ്ട്. ഈ ഇക്വേറ്റർ റീജിയനിലുള്ള ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നല്ല തിക്കാണ് ആസ് കമ്പയർഡ് ടു ഇവിടെയുള്ള പോളാർ റീജിയനിലുള്ളത് ഭയങ്കര തിന്നാണ്. മെയിൻ റീസൺ എന്താണെന്നറിയോ? സ്ട്രോങ് കൺവെക്ഷണൽ കറണ്ടും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എക്സേർഷനുമാണ് ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നടുക്ക് ഇക്വേറ്ററിൻ്റെ റീജിയനിൽ 16 to 18 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് ട്രോപ്പോസ്ഫിയർ. പോളാറിൽ വെറും 6 to 8 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, in the troposphere temperature also decreases steadily with increasing altitude. അതായത് ഹൈറ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നമുക്ക് അറിയുന്ന കാര്യമല്ലേ, നമ്മളിപ്പോൾ നല്ല ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അവിടെ നല്ല തണുപ്പായിരിക്കും. അത് തന്നെയാണ് ആവറേജ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ സ്പീഡ് ഓഫ് ഇത് കുറയുന്ന ഡ്രോപ്പ് റേറ്റ് എന്ന് പറയുന്നത് 6.5 ഡിഗ്രി പെർ 1000 മീറ്റേഴ്സ് ആണ്. എല്ലാ 1000 മീറ്റർ കൂടുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. ഈ ഫിനോമിനയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിക്ലൈൻ മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ഹീറ്റ് ചെയ്യും ഫ്രം ബിലോ ബൈ ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്തുകൊണ്ടായിരിക്കാം മേലെയുള്ള എയർ തണുപ്പും താഴെയുള്ളത് ചൂടും? കാരണം എന്താ? ഈ സോളർ റേഡിയേഷൻ വരില്ലേ? സോളർ റേഡിയേഷൻ വരുന്ന സമയത്ത് നിലം നല്ല ചൂടാവും. ആ ചൂടാവുന്ന സമയത്ത് ഈ ചൂട് മേലേക്ക് റേഡിയേറ്റ് ആവും. അതിനാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എയർ മൊത്തം ചൂടാവും. ഒരു നിയർ പ്രോക്സിമിറ്റി ഉള്ളൂ കേട്ടോ. കുറച്ച് ഏരിയയിലുള്ള ചൂട് മാത്രം. എയർ എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടക്ടർ അല്ലല്ലോ, ഇങ്ങനെ ഈ ചൂട് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് പോകില്ലല്ലോ. അപ്പോൾ ആ ഏത് ഏരിയയിലാണോ ഒരു കുഞ്ഞ് അടുത്തുള്ള എയർ മാത്രം ചൂടാക്കും. അതുകൊണ്ടാണ് മേലെ പോകുന്ന സമയത്ത് തണുപ്പും താഴെ ചൂടുമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല എയർ ഡെൻസിറ്റി മേലോട്ട് പോകുന്തോറും എന്താണ്? കുറഞ്ഞു വരും. ഏറ്റവും മേലെ ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്പേസ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ മറ്റ് സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഹീലിയം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഹൈഡ്രജൻ ഹീലിയം കൂടുതലുണ്ടാവും. കാരണം അത്രയും ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസസ് ആയിരിക്കും ഏറ്റവും മേലെ ഉണ്ടാവുക. അപ്പർ ബൗണ്ടറി ഓഫ് ദ ട്രോപ്പോസ്ഫിയർ നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയും. ട്രോപ്പോസ്ഫിയർ അവസാനിക്കുന്ന ഇടത്താണ് ട്രോപ്പോപോസ് കാണുന്നത്. അത് വളരെ തിന്നായിട്ടുള്ള ഒരു ഐസോതെർമൽ ലെയർ ആണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷണൽ ബൗണ്ടറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആരൊക്കെ തമ്മിൽ? ട്രോപ്പോസ്ഫിയറും അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറും തമ്മിലുള്ള ഒരു ട്രാൻസിഷണൽ ബൗണ്ടറിയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് എ തിങ്. ഈ കൂളിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് തണുപ്പായിരിക്കും. ഏറ്റവും താഴെ ആയിരിക്കും ചൂട്. കാരണം ഈ ടെറസ്ട്രിയൽ ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ട്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് രശ്മികൾ ഇങ്ങനെ വരും. അപ്പോൾ ഭൂമി എന്താ പെട്ടെന്ന് നല്ല ചൂടാവും. ആ ചൂടിന് അടുത്തുള്ള എയർ മൊത്തം അത് ചൂടാക്കും. എന്നിട്ട് മേലോട്ട് പോകുന്തോറും അതുകൊണ്ട് തന്നെ ഈ റീജിയനിലാണ്, ഇക്വേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും തണുപ്പ്. ഇക്വേറ്ററിൻ്റെ ഏറ്റവും മേലെയാണ് നല്ല തണുപ്പുള്ളത് എന്ന് മനസ്സിലാക്കുക. അതവിടെ കൊടുത്തിട്ടുണ്ട്. The temperature at the tropopause is colder over the equator. ഇക്വേറ്ററിലാണ് -18 ഡിഗ്രി സെൽഷ്യസ് ഓളം പോവാം. അപ്പോൾ കാരണം പോളാർ റീജിയൻസ്, നമ്മൾ സാധാരണ എന്താ പോളാർ റീജിയനാണ് ഏറ്റവും തണുപ്പ്. അപ്പം പോളാർ റീജിയൻ്റെ ട്രോപ്പോസ്ഫിയറിൻ്റെ അറ്റത്താണ് ഏറ്റവും നല്ല തണുപ്പ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല. എന്താണ് കാരണം? ഇവിടെ നല്ല തിക്നെസ് ആണ്. ഇത്രയും ദൂരം മേലേക്ക് വരുന്നുണ്ട് ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൻ്റെ മേലെയുള്ളത് -80 ഡിഗ്രി -90 ഡിഗ്രി ഒക്കെ തണുപ്പുണ്ട് അവിടെ ഇക്വേറ്ററിൻ്റെ മേലെയുള്ള അറ്റത്തുള്ള ട്രോപ്പോസ്ഫിയർ. പക്ഷേ ഇവിടെ കുറവാണ്. കാരണം ഇത്ര ലെങ്ത്തേ ഉള്ളൂ. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയുക, പോളാർ റീജിയൻ്റെ മേലുള്ള എയർ ആയിരിക്കുമല്ലോ തണുപ്പ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കാരണം ട്രോപ്പോസ്ഫിയർ ഇസ് മച്ച് ടോളർ ഓവർ ദ ഇക്വേറ്റർ, അലോയിങ് ഇറ്റ് ടു കൂളർ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്. അല്ലേ, ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്തോറും നല്ല രീതിക്ക് ഇത് കൂളാവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഫസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ.